ബിനു, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യനെറ്റിലേക്ക് പോയി, പഴയ തട്ടകത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് എഡിറ്റർ ആൻഡോ പറയുകയാണ്, വിശ്വാസ്യതയുള്ള ഒരാൾ ഞങ്ങളെ വിട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും വിശ്വാസ്യത ഇല്ലേ? അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ പറഞ്ഞതുപോലെ ഈ വിശ്വാസ്യതയുള്ള എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, റിപ്പോർട്ടർ ടി വി നികേഷ് കുമാർ തുടങ്ങി. പിന്നീട് അത് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. കുറേ വർഷങ്ങൾ ശമ്പളമില്ലാതെയും ഒക്കെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് ഈ മുട്ടിൽ മരമുറി സംഘം വലിയ പൈസ കൊടുത്ത് ഇത് വാങ്ങുകയും പുള്ളിക്ക് വിശ്വാസ്യത ഉണ്ടെന്ന് തോന്നുന്ന കുറേ പേരെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാമിലൂടെ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജേർണലിസ്റ്റുകളടക്കം അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും അരുണും അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണനും ആദ്യഘട്ടത്തിൽ നികേഷ് കുമാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തു. അത് ജനങ്ങൾ വളരെ സ്വീകാര്യമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് അവരുടെ ആ ഒരു വിജയം സൂചിപ്പിക്കുന്നത്. പിന്നീട് അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഗ്രാഫിക്സും മറ്റും എല്ലാം തന്നെ 24-നെ അടക്കം കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റേറ്റിംഗ് അനുസരിച്ച് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് വന്നപ്പോൾ വർഷങ്ങളായി തലയെടുപ്പോട് നിന്ന ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണമാണ് അവർക്കുണ്ടാക്കിയത്. സ്വാഭാവികമായും അവർ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നു, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിൽ പങ്കാളിയാകുന്നു. അപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ റിപ്പോർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന രീതിയിലാണ് ഉണ്ണി ബാലകൃഷ്ണനെ ആദ്യഘട്ടത്തിൽ അവർ അതിൻ്റെ മുഴുവൻ ചുമതലയും വഹിക്കാൻ തിരിച്ച് വിളിക്കുകയും വലിയ ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ അത് ആൻഡോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ പലപ്പോഴും ഇലക്ഷന് മുമ്പൊക്കെ നടത്തിയ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളൊക്കെ തന്നെ ലോക്സഭാ ഇലക്ഷനിൽ അത്തരത്തിൽ ഫലം വന്നപ്പോൾ ആദ്യം ഘട്ടത്തിൽ എല്ലാവരും ഇയാൾ എന്താണ് ഈ പറയുന്നത്, ഇത് വല്ല നടക്കുന്ന കേസാണ്, ഇയാൾ 1990-കളിലെ ഇത് രാഷ്ട്രീയം പറയുകയാണ്, കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ പറയുകയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ BJPക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടികളെ കൂടെ നിർത്തേണ്ട പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതെല്ലാം ഉണ്ണി ബാലകൃഷ്ണൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അപ്പം സുജയെ പോലുള്ളവർ അതിനെയൊക്കെ അന്ന് ഖണ്ഡിക്കുന്ന അവസ്ഥ വന്നിരുന്നു. പക്ഷേ പിന്നീട് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആ ഒരു നിലപാടുകൾ കറക്റ്റായി മാറുകയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രേക്ഷകരെ സൃഷ്ടിക്കാനുമൊക്കെ കഴിഞ്ഞു. അതുമാത്രമല്ല, മീറ്റ് ദ എഡിറ്റേഴ്സിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അതിലെല്ലാവരും നിൽക്കുന്നത്. ഈ ആൻഡോയൊക്കെ അതിൽ കയറിയതോടുകൂടി അതിൻ്റെ വിശ്വാസത തന്നെ തകർന്നു. കാരണം നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, ഈ മുതലാളി കയറിയിരുന്നതിനകത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മുതലാളിയെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അതൊരു വലിയ ഇതാണ്. നമ്മളിപ്പോൾ ചിന്തിക്കും. അപ്പോൾ ആൻഡോ ഒക്കെ പോലുള്ള ആൾക്കാർ കൂടുതൽ പഠിക്കാതെയും ഒക്കെ അതിരുന്ന് തർക്കിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണി ബാലകൃഷ്ണനോ നികേഷ് കുമാറിനോ അല്ലെങ്കിൽ അരുണിനോ സുജയ്ക്ക് കയറി തർക്കിക്കാൻ പറ്റത്തില്ല. തർക്കിച്ച് കഴിയുമ്പോൾ അയ്യോ മുതലാളി ഇനി എന്തെങ്കിലും തോന്നുമോ, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വിശ്വാസത പോയി. ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് എടുക്കരുതായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറയാൻ കഴിയില്ല. മുതലാളി വന്ന് പൗഡർ ഇട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോടാന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവരതിന് വിധേയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതോടുകൂടിയാണ് ആ ഒരു പരിപാടിയുടെ തന്നെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. ഇതിന് ഭയങ്കര പ്രശസ്തി കിട്ടുമ്പോൾ മറ്റേ ആരോഗ്യമന്ത്രി ഈ കോവിഡ് സമയത്ത് വാർത്താ സമ്മേളനം നടത്തി വലിയ പ്രശസ്തി കിട്ടിയപ്പോൾ അവരെ ചവിട്ടി മാറ്റിയിട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്ന പോലെ തന്നെയാണ് ആൻഡോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു വിശ്വാസ്യതയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഉണ്ണി ബാലകൃഷ്ണൻ അത്ര ഇദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് അറിയാം. കാരണം ഞാനും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പം ഈ ആൻഡോ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കണമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജാണ്. കാരണം സുജയ്യ പറയുന്നതിനെ എതിർക്കുന്ന പോലെ, അല്ലെങ്കിൽ അരുൺ പറയുന്നതിനെ എതിർക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് പറയുന്നതിനെ എതിർക്കുന്ന പോലെ അല്ല ആൻഡോയെ ഉണ്ണി ബാലകൃഷ്ണൻ എതിർക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ അതൊരു വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം അതൃപ്തനായിരിക്കാം ഒരു പക്ഷേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു ഇത് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു പദവിയിലേക്കുള്ള സമ്മതം മൂളാനുള്ള കാരണം പോലും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം. പക്ഷേ അത് റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകാൻ സാധ്യത. കാരണം ഇദ്ദേഹം വരുന്നതോട് സ്വാഭാവികമായിട്ട് ഏഷ്യാനെറ്റിൽ ചില മാറ്റങ്ങൾ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വീണ്ടും തിരിച്ച് ഇതിപ്പോൾ ഈ യുദ്ധം വന്നതുകൊണ്ടുണ്ടായ ചില ഗിമിക്കുകളുടെ അടിസ്ഥാനത്തിൽ റേറ്റിങ്ങിൽ 1-ാം സ്ഥാനം വന്നതൊഴിച്ചാൽ അല്ലാതെ ഒരു സ്ഥായിയായി നിലനിർത്താനൊന്നും റിപ്പോർട്ടിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഏഷ്യാനെറ്റിനെ പോലെ വലിയ വമ്പൻ എത്രയോ വർഷങ്ങളായി ജനങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് അത്ര പെട്ടെന്ന് ഇനി രണ്ടാമത് ഇപ്പോൾ ഏഷ്യാനെറ്റ് 1-ാമത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കാലത്തൊന്നും 2-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവർ ആ രീതിയിലാണ് അവരുടെ വാർത്തകളും
അവരുടെ ഒരു ശൈലിയും ഒക്കെ അത് തന്നെയാണ്. അപ്പൊ അത് മാത്രമല്ല, സുജയ പാർവതിയും ഏഷ്യനെറ്റിലേക്ക് പോകും. അരുൺകുമാർ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും പോകാൻ ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സ്മൃതി പരുത്തിക്കാട് പഴയതുപോലെ ഒരു ആർജവമൊന്നും സ്മൃതി പരുത്തിക്കാടിനില്ല. ആ പഴയ ഒരു മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ചില സഹായങ്ങൾ കാര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വന്നപ്പോൾ പരീക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവും ഉണ്ട്. കാരണം ഇവിടെ തിളങ്ങിയത് മൊത്തം ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും സുജയ പാർവതിയുമാണ്. അതിനിടയ്ക്ക് വന്നിരിക്കുന്ന രണ്ടുപേരായിട്ടാണ് ഈ ആൻഡോ അഗസ്റ്റിൻ പല അവസരങ്ങളിലും പല ബ്ലണ്ടേഴ്സും ഒക്കെ പറഞ്ഞ് അത് പ്രശ്നമുണ്ട്. അതായത് അത് ട്രോളായി മാറുന്ന സാഹചര്യം പലപ്പോഴും അവരുടെ രാഷ്ട്രീയം അവരുടെ വാർത്തകളിൽ കുത്തി, ഈ ബാക്കിയുള്ളവർ മീറ്റ് എഡിറ്റേഴ്സിൽ മാത്രം അവരുടെ രാഷ്ട്രീയം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ സ്മൃതി പരുത്തിക്കാട് ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തിടത്തൊക്കെ അവരുടെ രാഷ്ട്രീയം കുത്തി നിറയ്ക്കാൻ അവർ ശ്രമിക്കുന്ന പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അതായത് അവർ പിന്നെ ഡിബേറ്റ് നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് പാനലിസ്റ്റുകളെ വലിയ മോശമായ രീതിയിലൊക്കെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു സമയത്ത് മുഴുവൻ ട്രോളായിരുന്നു സ്മൃതിക്കെതിരെ എന്നുള്ളത്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ആവേശവും പൂരപ്പാട്ടും കുറെ എന്താ പറയുക കത്തിക്കുത്തും ബഹളമൊന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഒരു സ്ഥായിയായി പോകുന്ന ഒരു സാധനം ഒരു സ്ഥാപനം എപ്പോഴെങ്കിലും കുറച്ച് ഡൗൺ ആയാൽ അതിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അവർ ചെയ്യുകയും ചെയ്യും. ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എത്രയൊക്കെ ഇനി പുതിയ ചാനലുകൾ വന്നാലും നമ്മളെയൊക്കെ വീട്ടിൽ അപ്പൂവാർ ഇപ്പോഴും പറയുന്നത് എന്താ, അവിടെ അത് സംഭവിച്ചു. അപ്പൊ ഇന്നലെ തന്നെ കപ്പലുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നടന്നപ്പോൾ വീട്ടിലെ അച്ചാച്ചൻ പറയുന്ന കേട്ടോ, അത് മാറ്റിയിട്ട് ഏഷ്യനെറ്റ് വെക്ക്, കൃത്യമായിട്ട് കാര്യം അറിയണമെങ്കിൽ അതേ അറിയാൻ പറ്റൂ എന്ന് പറയുന്ന കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും സത്യസന്ധമായ വാർത്തകൾ അറിയണമെങ്കിൽ ഏഷ്യനെറ്റ് തന്നെ വേണം. പിന്നെ അവിടെയും കുറെ എന്താ എട്ടുകാലി മമ്മൂഞ്ഞുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുംഭമേളയൊക്കെ അപമാനിച്ചുകൊണ്ട് സിന്ധു സൂര്യകുമാർ രംഗത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖരെ പോലും ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം അതിന് എന്താ പറയുക പിന്നെ മറുപടി പറഞ്ഞ് രംഗത്തെത്തേണ്ടി വന്നു. BJP-ക്കാരെയും പിന്നെ ഈ കുറെ സംഘികളെയൊക്കെ ഒക്കെ പിന്നെ ഇതിൽ നിന്ന് ഏഷ്യനെറ്റിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു. അങ്ങനെ കുറെ മോദി വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, കാരണം വിനു വി ജോൺ, PG സുരേഷ് കുമാർ, സിന്ധു സൂര്യകുമാർ, പ്രശാന്ത് രഘുവംശം, ഇവർ 4 പേരുമാണ് ഏഷ്യനെറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എന്താ പറയുക ഇവരുടെ പിന്നെ ഇടയിലേക്കാണ് ഉണ്ണി ബാലകൃഷ്ണൻ വരുന്നത്. മാത്രമല്ല ഏഷ്യനെറ്റിലെ ഓൺലൈൻ വിഭാഗത്തിലെ കുറച്ചു പേരെ മാറ്റുന്നു എന്ന് പറഞ്ഞ വാർത്ത അതിന്റെ അകത്ത് നിന്ന് ചിലർ തന്നെ ചോർത്തിപ്പുറത്ത് നൽകി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ ഉറപ്പ് കൊടുത്തു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നു. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞു. അപ്പൊ ഈ 4 പേർക്ക് ഒരു 8-ന്റെ പണി കൊടുക്കണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അതിൽ പിന്നെ മിടുക്ക് കാണിക്കുന്നത് ബിനു വി ജോൺ ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ ഒരു അവതരണ ശൈലി അതിൻ്റെതായ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ കഴിയും എന്ന് ബാക്കിയുള്ളവരൊന്നും ഇപ്പോഴും ഈ സിന്ധു സൂര്യകുമാറൊക്കെ അവരേത് രാഷ്ട്രീയമാകട്ടെ അല്ലെ, കുംഭമേളയിൽ എനിക്ക് തോന്നുന്നു 62 കോടി ജനങ്ങൾ എങ്ങാണ്ട് വന്ന ഒരു മേളയാണ് കുംഭമേള എന്ന് പറഞ്ഞാൽ. അതിനെ വിമർശിച്ചുകൊണ്ടൊരു കവർ സ്റ്റോറി ചെയ്യുമ്പോൾ ഇത് പിന്നെ ഈ കുംഭമേളയൊക്കെ ഒരുപാട് വർഷത്തിന് ശേഷം വരുന്ന കുംഭമേളയൊക്കെ ഇങ്ങനെ മനസ്സിലേറ്റി നടക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മണിക്കൂറുകൾ നടന്നു പോയി ഗംഗാ സ്നാനമൊക്കെ ചെയ്തവരുണ്ട്. ഒരു എന്താ പറയുക ഒരു വിഭാഗത്തിൻ്റെ പിന്നെ ഈ ഒരു അവരുടെ ആചാരങ്ങളെ മോശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തിരിയുമെന്നുള്ളതാണ്. ആദ്യം ഇവരെയൊക്കെ മനസ്സിലെ വൃത്തികേടുകൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ ആ ചാനൽ പഴയതുപോലെ നമ്പർ 1-ൽ തന്നെ നിൽക്കുമെന്നുള്ളതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ഉണ്ണി, പിന്നെ സുജയ, ഇനി അരുൺകുമാറും പിന്നെ തിരിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും റിപ്പോർട്ടറിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.